എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഷെന്തുവിന്റെ വീടാണ്. അവൻ അസിസ്റ്റന്റിനൊപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടുത്തെ പ്രധാന ജോലിക്കാരൻ അവന്റെ അടുത്തെത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. ഷെന്തുവിന് ഇതിനു മുമ്പ് പലതവണ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇതുവരെ ഒരു പെണ്ണിനെയും അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും കാരണമുണ്ടാക്കി വിവാഹം മുടക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ വെറുതെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ജോലിക്കാരൻ വന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അവിടെ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. ഈ വിവാഹവും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ തന്നെ പെൺകുട്ടി ഇതിൽ നിന്ന് പിന്മാറുമെന്ന് ഷെന്തു പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ യാങ്ഷിങ് അച്ഛനോട് എന്താ സംസാരിക്കാനായി അച്ഛന്റെ മുറിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അകത്ത് ആരുമായോ സംസാരിക്കുന്നത് കേട്ട് അവൾ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നു. മന്ത്രി സാങ് ആണ് അകത്തുള്ളത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ശബ്ദം കേട്ട് അവൾ വേഗം ഒളിച്ചു നിൽക്കുന്നു. വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി വന്നിരിക്കുന്നത്. ഇങ്ങനൊരു വിവാഹാലോചന രാജ്ഞിയുടെ മുമ്പിൽ വെച്ചത് തന്നെ മന്ത്രി സാങ് ആണ്. വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകളെ തന്റെ സ്പൈ ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മന്ത്രി വന്നിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് അയാൾ ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ. അവളുടെ അച്ഛന് അത് നിരസിക്കാനും കഴിയുന്നില്ല. മന്ത്രി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ അടുത്ത് വന്ന് എന്തിനാണ് മന്ത്രി വന്നത് എന്ന് അന്വേഷിക്കുന്നു. തങ്ങളുടെ മകളെ സ്പൈ ആക്കാൻ വേണ്ടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അവർ ഈ വിവാഹത്തെ ഒന്നുകൂടി എതിർക്കുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെ തങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. താൻ ഇതിന് തയ്യാറായില്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുമെന്നാണ് മന്ത്രി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ആ മരുഭൂമിയിലേക്ക് നമ്മുടെ കുടുംബം മുഴുവൻ ഒരുമിച്ച് പോവേണ്ടി വരും എന്ന് അദ്ദേഹം അവരെ അറിയിക്കുന്നു. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ജോലിക്കാരി ഓടി വന്നിട്ട് അവരുടെ മകളെ കാണാനില്ല എന്ന് അറിയിക്കുന്നത്. ഹാൻഷിയാൻ എന്നൊരാൾക്കൊപ്പം ഒളിച്ചോടുകയാണ് എന്നൊരു കത്തും അവിടെ വെച്ചിരുന്നു. ജോലിക്കാരി അതും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. കത്ത് വായിച്ചതോടെ അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട് വീഴുന്നുണ്ട്. യാങ്ഷിങ് ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നല്ലോ. അവളും ഓടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന് ബോധം വീഴുന്നത് വരെ ജോലിക്കാരെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്നല്ലാതെ ഒളിച്ചോടിപ്പോയ ആളെ അന്വേഷിക്കാൻ ആരും പുറപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഓർഡർ നൽകിയപ്പോഴാണ് അവർ തിരച്ചിൽ തുടങ്ങിയത്. പുറത്താരും ഈ വിവരം അറിയരുത്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും പറഞ്ഞു വേണം അന്വേഷണം നടത്താൻ എന്നൊരു സ്ട്രിക്റ്റ് നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെ എല്ലാവരും തിരച്ചിലിനായി പോകുന്നുണ്ട്. അന്ന് രാത്രിയായിട്ടും യാൻഷിങ്ങിന് ചേച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അവളിങ്ങനെ റോഡിലൂടെ വരുന്ന സമയത്ത് ഷെന്തു അവൾക്ക് എതിരായി വരുന്നു. നേരം ഇത്ര വൈകിട്ടും അവൾ വീട്ടിൽ പോവാതെ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത് എന്താണ് എന്ന് അവൻ അന്വേഷിക്കുന്നു. എൻ്റെ മുയൽ എങ്ങോട്ടോ ഓടിപ്പോയി, ഞാൻ അതിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്ന് അവൾ പറയുന്നു. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവൻ അറിയാം. പക്ഷെ അവൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ അവന്റെ വിവാഹം നടത്തണമെന്നായിരുന്നു രാജ്ഞി ഓർഡർ നൽകിയിരുന്നത്. നാളെയാണ് 3 ദിവസം തികയുന്നത്. അന്ന് വിവാഹത്തിന് വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ ആ മുയലും ഉണ്ടാവണം എന്ന് മാത്രം അവൻ പറയുന്നു. ചേച്ചി ഒളിച്ചോടിപ്പോയ സ്ഥിതിക്ക് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അവസാന ശ്രമമെന്ന നിലയിൽ അവൾ അവനോട് ഈ വിവാഹത്തിൽ നിന്ന് ഒന്ന് പിന്മാറുമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ രാജ്ഞിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആലോചന ആയതുകൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അതിന് സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു. അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൾ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ. പരസ്പരം കാണാതെ എങ്ങനെയാണ് 2 പേർക്കും വിവാഹം കഴിക്കാൻ സാധിക്കുന്നത്? പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്? എന്നാൽ മാത്രമല്ലേ സന്തോഷകരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പലതും അവൾ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നുകൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. അവസാനം അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് മുഖംമൂടി ധരിച്ച ഒരാൾ ഒരു ശവ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അവന്റെ അമ്മയാണ് അവിടെ ഉള്ളത്. എന്തെങ്കിലും ഒരു ദിവസം നല്ല ഒരു സെമിത്തേരിയിലേക്ക് അവരെ കൊണ്ടുപോകും എന്നൊക്കെ അവൻ വിഷമത്തോടെ അവിടെ ഇരുന്ന് പറയുന്നു. ഈ സമയത്ത് മുഖംമൂടി ധരിച്ച മറ്റൊരു പെണ്ണ് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. ഷെന്തുവിന് എന്തായാലും ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ യാങ്ഷിങ് റിക്വസ്റ്റ് ചെയ്തതുപോലെ ഇതിൽ നിന്ന് പിന്മാറിയാൽ പോരെ എന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനായിട്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് അവർ തന്നെ പിന്മാറുന്നതാണ് നല്ലത് എന്ന് അവൻ പറയുന്നുണ്ട്. അവളുടെ ചേച്ചി അവിടെ വിട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കും വിവരം കിട്ടിയിരുന്നു. പക്ഷെ അത് മനസ്സിലായി എന്ന് പുറത്ത് കാണിക്കാതെ നാളെ എന്തായാലും വധുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടീമിനെ അയക്കുന്നുണ്ട്. ബാക്കി നാടകം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം എന്ന് ഷെന്തു പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വിവാഹത്തിന് വധുവിനെ സ്വീകരിക്കാനായി അവനൊരു ടീമിനെ അയക്കുന്നു. അവർ യാൻഷിങ്ങിന്റെ വീടിന് മുന്നിൽ എത്തിയിട്ടും അവിടെ വാതിലൊന്നും തുറന്നിട്ടില്ല. അകത്ത് എല്ലാവരും കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അവളുടെ ചേച്ചിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന്റെ മുന്നിൽ ഇപ്പോൾ മരണമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അതിനു മുമ്പേ ജോലിക്കാരെല്ലാം അദ്ദേഹം സ്വതന്ത്രമാക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി അവരെല്ലാം കൂടി ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്താണ് ചേച്ചിക്ക് പകരം താൻ വധുവായി പോകാമെന്ന് യാൻഷിങ് മുന്നോട്ട് വന്ന് പറഞ്ഞത്. അവളുടെ അമ്മ ശരിക്കും ഞെട്ടുന്നുണ്ട്. പക്ഷെ അച്ഛന് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ അവളെ വേഗം വധുവായി ഒരുക്കുന്നു. അവൾ ഒരുങ്ങിയിറങ്ങി വന്നപ്പോഴും അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കാതെ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് സ്വർണവും പണവും ഒക്കെ അവൾക്ക് നൽകിയിട്ട് അതുമായിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാൻ അമ്മ പറയുന്നു. അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ അവിടേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും അമ്മ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടും ആരും അവളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അവരെല്ലാം ക്ഷമയോടെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.
ചേച്ചിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടായിട്ടാണ് ചേച്ചി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. എനിക്കങ്ങനെ മനസ്സിൽ ആരുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല. ഷെന്തു ഈ പറയുന്നത് പോലെ അത്ര ക്രൂരനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് അമ്മയെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവൾ അവന്റെ വധുവായി പുറപ്പെടുന്നു. ഘോഷയാത്ര കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഷെന്തുവും സൈനികരും കൂടി അവർക്കെതിരെ വരുന്നുണ്ട്. അതിനുള്ളിലിരിക്കുന്നത് ശരിക്കുള്ള വധുവല്ലെന്ന് അവനും അറിയാം. പിന്നെ ആരാണ് എന്നറിയാൻ വേണ്ടി അവൻ അതിനടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാവുന്നതിന് മുമ്പ് അവർ തമ്മിൽ കാണാൻ പാടില്ല എന്നൊക്കെ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്. എന്റെ ഭാര്യയെ ഞാൻ കാണുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ് അവൻ വണ്ടിയുടെ കർട്ടൻ മാറ്റുന്നു. യാൻഷിങ് ആകെ പേടിച്ചിരിക്കുകയാണെങ്കിലും അവസാനം അവന്റെ മുന്നിലേക്ക് മുഖം കാണിക്കുന്നുണ്ട്. അവളാണ് എന്ന് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. അവളുടെ മുഖത്തിനടുത്തുകൂടി ഒരു ഈച്ച പോകുന്നത് കണ്ട് അവൻ വാളുകൊണ്ട് അതിനെ കുത്തുന്നു. അവൾ വിചാരിച്ചത് അവൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാര്യയെ കൊല്ലുന്നത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ വാൾ തിരികെ വലിച്ച് ഈച്ചയെ അവളുടെ മുന്നിലേക്ക് കാണിച്ചിട്ട്, എന്തായാലും ഇപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല, അതിന് ഇനിയും ധാരാളം അവസരങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തായാലും ഒരു ദിവസം ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് വാൾ തിരികെ വെക്കുന്നു. ഇപ്പോൾ തന്നെ കൊല്ലാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാത്തതുപോലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വിവാഹം തടയാൻ വന്നിട്ട് അവനിപ്പോൾ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലാത്ത രീതിയിലാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്ഞി വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് അവളെ അല്ലല്ലോ, അപ്പോൾ പിന്നെ ഇതൊരു കുറ്റമല്ലേ എന്ന് അസിസ്റ്റന്റ് അവനോട് ചോദിക്കുന്നുണ്ട്. ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നൊന്നും രാജ്ഞി അങ്ങനെ തീർത്ത് പറഞ്ഞിരുന്നില്ല. അവിടുത്തെ ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് രാജ്ഞി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇതത്ര പ്രശ്നമാവാനൊന്നും പോകുന്നില്ല. ഞാനും അത്രയ്ക്ക് കെയർ ചെയ്യുന്നില്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവൾ അവിടെ നിന്ന് പോകേണ്ടതാണ്. അതുവരെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് തന്നെ പോകുന്നു. ചേച്ചിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ചുച്ചുവും ഈ സമയം യാൻഷിങ്ങിന്റെ വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ അവളുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞ് അവർക്ക് പുറകെ എത്തുന്നുണ്ട്. യാൻഷിങ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ പോകുന്നതിനൊപ്പം കൂട്ടിന് വരാമെന്ന് പറഞ്ഞ് ചുച്ചുവും കൂടി അവൾക്കൊപ്പം ചെല്ലുന്നു. ഷെന്തുവിന്റെ വീട്ടിലെ ജോലിക്കാരും ഇങ്ങനെ ഒരു വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഒരു വധുവിനെ സ്വീകരിക്കാനുള്ള യാതൊരു ഒരുക്കങ്ങളും നടത്തിയിരുന്നില്ല. അവർ ദിവസവും ചെയ്യാറുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വധു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മറ്റൊരാൾ വന്ന് അറിയിച്ചത്. പ്രധാന കാര്യസ്ഥൻ ആകെ വെട്ടിലാവുന്നു. എന്നാലും അദ്ദേഹം ബുദ്ധിസാമർഥ്യം കൊണ്ട് അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ വിവാഹത്തിന്റെ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തതിനെക്കുറിച്ച് യാൻഷിങ്ങിനൊപ്പം ഉണ്ടായിരുന്ന ചുച്ചു അദ്ദേഹത്തോട് ചോദിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു ജ്യോതിഷിയോട് ചോദിച്ചിരുന്നു. നിങ്ങളുടെ സമയം വെച്ച് ഇപ്പോൾ വിവാഹം ആഘോഷിക്കാനുള്ള സമയമല്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരുക്കങ്ങളും നടത്താതിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. യാൻഷിങ് അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെ അവന്റെ മുറിയിലേക്കല്ല അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടു പോയത്. അതിന്റെ അടുത്ത് തന്നെയായി മറ്റൊരു മുറി അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിനും അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചുച്ചുവിന് അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നു. അവൾ ചൂടാവുന്നുണ്ട്. എന്നാൽ യാൻഷിങ് അവളെ സമാധാനിപ്പിക്കുന്നു. ഈ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ ബർത്ത് ഡേറ്റ് ഏതാണെന്നൊന്ന് പറയാമോ എന്ന് യാൻഷിങ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലായതുപോലെ അവൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആദ്യമേ തന്നെ അവർക്കിടയിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യസ്ഥന് അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നു. അവളെ മുറിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ചെങ്കിലും ഒന്ന് സമാധാനമായത്. അവർ അകത്ത് ചെന്നിരുന്ന ശേഷമാണ് ജോലിക്കാർ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് വധു ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ലയോ എന്ന് ചുച്ചു അവരോട് ചോദിക്കുന്നുണ്ട്. ജോലിക്കാർ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ യാൻഷിങ് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നിങ്ങോട്ട് വരാതെ ഇടയ്ക്ക് വെച്ച് ഓടിപ്പോകുമെന്ന് കരുതിയായിരിക്കണം ഇവർ ഇതൊന്നും ചെയ്യാതിരുന്നത്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് യാൻഷിങ് പറയുന്നു. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി. നിന്റെ കുടുംബത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനൊരു വിവാഹം നടക്കുമ്പോൾ വധുവിന്റെ വീട്ടുകാർക്ക് ഒരുപാട് സ്വത്തും പണവും ഒക്കെ നൽകിയിട്ടാണ് വരൻ വധുവിനെ കൂട്ടിക്കൊണ്ട് പോകാറുള്ളത്. ഇവിടെ ഷെന്തു നിനക്ക് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല എന്നൊക്കെ ചുച്ചു പരാതി പറയുന്നു യാൻഷിങ്ങിന്. പക്ഷേ അതിലൊന്നും ഒരു വിഷമവുമില്ല. നമ്മൾ എത്രയൊക്കെ പേടിപ്പിച്ചിട്ടും പിന്മാറാൻ തയ്യാറാവാതെ യാൻഷിങ് അവന്റെ വധുവായി വീടിനുള്ളിൽ കയറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം അസിസ്റ്റന്റ് ഷെന്തുവിനെ അറിയിക്കുന്നു. അവന് പക്ഷേ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. അവൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മന്ത്രിയുടെ സ്പൈ ആണ് അവളെന്ന് ഇവർക്കും അറിയാം. എന്നിട്ടും അവളെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയാണോ എന്ന് അസിസ്റ്റന്റ് ചോദിച്ചപ്പോൾ എന്തായാലും എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. ചുച്ചു കുറെ സമയം കൂടി അവിടെ അവൾക്ക് കൂട്ടിരിക്കുന്നുണ്ട്. നേരം രാത്രിയായപ്പോൾ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. പകലാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ മുഴുവൻ വിളക്കുകൾ തെളിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ വിളക്കുകൾ തെളിച്ചിരിക്കുന്നത് എന്ന് അവർ സംശയിക്കുന്നുണ്ട്. ചിലപ്പോൾ അവന് പ്രേതങ്ങളെ പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കണമെന്ന് യാൻഷിങ് അഭിപ്രായപ്പെടുന്നു. കുറെ സമയം കൂടി ചുച്ചു അവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എനിക്കിവിടെ നിൽക്കുന്നതിന് പേടിയൊന്നുമില്ല. രാജ്ഞിയുടെ ഓർഡർ പ്രകാരം നടക്കുന്ന വിവാഹമല്ലേ, അതുകൊണ്ട് അവൻ എന്നെ ഉപദ്രവിക്കാനൊന്നും സാധ്യതയില്ല. ഇന്ന് രാത്രി അവൻ എൻ്റെ മുറിയിലേക്ക് വരാനും ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നീയും സമാധാനത്തോടെ പോയിക്കോളാൻ പറഞ്ഞ യാൻഷിങ് അവളെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം മുറിയിലേക്ക് പോകുന്നു.
അവിടെ ചെന്നിരുന്ന് അവൾ ഒരു പഴയ ലോക്കറ്റ് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് അവൾക്ക് ഒരു ആൺകുട്ടി ധരിപ്പിച്ചു കൊടുത്തതാണ് അത് ആരാണ് എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. അത് തിരികെ സൂക്ഷിച്ചു വെച്ച ശേഷം അവൾ ഉറങ്ങാനായി കയറി കിടക്കുന്നു. കാലൊക്കെ മസാജ് ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഷെന്തു വാതിൽ തുറന്ന് അവിടേക്ക് വന്നത്. നീ എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അവൾ ചാടി എഴുന്നേൽക്കുന്നു. അവൻ മറുപടി ഒന്നും പറയാതെ അകത്ത് കയറി വാതിൽ അടയ്ക്കുന്നുണ്ട്. അവൻ ഇന്ന് രാത്രി അവിടേക്ക് വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവളിപ്പോൾ കുറച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. ഇത് എൻ്റെ വീടാണ്, ഇന്ന് എൻ്റെ വിവാഹരാത്രിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അടുത്തേക്ക് ചെല്ലുന്നത്. ആള് മാറിയാണ് അവൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവാത്തത് പോലെയാണ് പിന്നീട് അവൻ സംസാരിച്ചത്. നിന്റെ മിടുക്കും സാമർഥ്യവും ഒക്കെ ഈ പ്രദേശങ്ങൾ മുഴുവൻ പ്രസിദ്ധമാണ് എന്നൊക്കെയാണല്ലോ രാജ്ഞി പറഞ്ഞിരുന്നത്. പക്ഷെ നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. നിന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടതൊക്കെ കളവാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ആദ്യമൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നെങ്കിലും പെട്ടെന്ന് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ഉയരുന്നില്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ അത് സ്വപ്നം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് മുഖത്ത് പിടിച്ചുകൊണ്ട് പേരിന് മാത്രമായിരിക്കും നീ എൻ്റെ ഭാര്യ, മര്യാദയ്ക്ക് പെരുമാറുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ആദ്യമൊക്കെ പേടിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ അവൾ അവനോട് അടുത്ത് വന്നിരിക്കാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. മാത്രമല്ല വിവാഹബന്ധവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന രീതിയിൽ അവന്റെ തോളിൽ തടവുകയും മറ്റും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിവാഹം നടന്നുവെന്ന് കരുതി നീ വെറുതെ എൻ്റെ അടുത്ത് കിന്നരിക്കാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അവൾ പെട്ടെന്ന് പുറകിലേക്ക് മറിഞ്ഞു വീഴുന്നു. അവനെ പിടിച്ചിരിക്കുകയായിരുന്നതിനാൽ അവനും പുറകെ വീഴുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നീ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മന്ത്രി സാങ്ങിന്റെ സ്പൈ ആണ് നീ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കരുത് എന്നൊക്കെ അവൾക്ക് ഒരിക്കൽ കൂടി വാണിംഗ് നൽകിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. അവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാര്യസ്ഥൻ അവൻ്റെ അടുത്ത് ചെന്ന് അവളുടെ റൂം അവിടെ തന്നെ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ, അവളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരാൾ ഓടി വന്നിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹാളിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചത്. അങ്ങനെ അവന് അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ആരോ അതിനുള്ളിൽ കയറി നിന്ന് സ്വന്തം ശരീരത്തിൽ തീയിട്ടതാണ് ഹാളിന് തീ പിടിക്കാൻ കാരണമായത്. അയാളുടെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വെന്ത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവൻ ചെന്നപ്പോൾ അവന് റിപ്പോർട്ട് ലഭിക്കുന്നു. പുറത്ത് ചുച്ചു ജോലിക്കാരുമായി തർക്കിക്കുന്നതിന്റെ ബഹളം കേട്ടുകൊണ്ടാണ് അടുത്ത ദിവസം രാവിലെ യാങ്ഷിങ് ഉണർന്നത്. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ചുച്ചു അവളെ മാറ്റി നിർത്തി. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിനടുത്ത് നിന്ന് കുറെ കപ്പിളിന്റെ ഡെഡ് ബോഡി കണ്ടെടുത്തിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് കുറച്ച് പേരൊക്കെ അന്വേഷണത്തിനായി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവളെ അറിയിക്കുന്നു. യാങ്ഷിങ് ആ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാൻ നിൽക്കാതെ അപ്പോൾ തന്നെ ചുച്ചുവിനൊപ്പം പുറപ്പെടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.